ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റിയായ ഒരു മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക. പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായി വഴറ്റുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച് 2-3 ടീസ്പൂൺ ചേർക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ വരെ ചേർക്കാം. നന്നായി വഴറ്റി പച്ചമണം മാറിയതിനു ശേഷം ആവശ്യത്തിന് പുളി ചേർക്കുക. പുളി നന്നായി പിഴിഞ്ഞ് നിങ്ങളുടെ അടുത്തുള്ള പുളിക്കനുസരിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കുക. അതിനു മുൻപ് നമ്മൾ ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അത് മാറ്റി വയ്ക്കുക. തിള വന്നതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് മീൻ ചേർക്കുക. മീൻ നന്നായി വെന്തതിന് ശേഷം മാത്രം തേങ്ങ അരച്ചത് ചേർക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് തിള വന്നാൽ നമുക്ക് മൺചട്ടി ഓഫാക്കാം. ഓവറായിട്ട് തിളപ്പിക്കരുത്. തിള വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് നമുക്ക് ഉലുവപ്പൊടിയും കറിവേപ്പിലയും ചേർക്കാം. ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. കറിവേപ്പിലയുടെ സ്മെല്ല് നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. അതിനുശേഷം നമ്മൾ തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാം. എന്നിട്ട് നമുക്ക് താളിക്കാം. താളിക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി നൈസാക്കി അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് നിങ്ങൾക്കിപ്പോൾ എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് ചെറിയ ഉള്ളി വഴറ്റിയതിന് ശേഷം ചേർക്കുക. മുളക് പൊടി ചേർത്താൽ കറിക്ക് ഒരു കളറും കിട്ടും. അതേപോലെ എരിവ് കുറവാണെങ്കിൽ നമുക്ക് എരിവ് ആവശ്യത്തിന് ആവുകയും ചെയ്യും. അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ താളിക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.